എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഞണ്ട് കറിയാണ്. അപ്പോൾ ഞണ്ട് കറി എങ്ങനെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം എന്ന് നോക്കാം. ഞണ്ട് കറിക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യം ഞാനിവിടെ 1.5 കിലോ ഞണ്ടാണ് വാങ്ങിയത്. അത് കഴുകി വൃത്തിയാക്കി വരുമ്പോൾ ഏകദേശം 1 കിലോയെ വരത്തുള്ളൂ. ഞണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ആവശ്യമുണ്ട്. അതൊരു 25 എണ്ണം എങ്കിലും എടുക്കാം. ഇങ്ങനെ മുറിച്ച് ഇടണം. പിന്നെ അതുപോലെ 2 വെളുത്തുള്ളി അതും മുറിച്ച് വെക്കണം. പിന്നെ ഇഞ്ചി അതും 2 or 3 ആയിട്ട് മുറിച്ചെടുക്കണം. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് നെടുകെ കീറി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ആവശ്യമുണ്ട്. ഇപ്പോ അളവ് പറയുകയാണെങ്കിൽ ഒരു തേങ്ങയുടെ 1/4 ഭാഗം, അരമുറിയും പിന്നെ കുറച്ചുകൂടെ. ഒരു നെല്ലിക്ക വലിപ്പത്തിന് പുളി, വാളൻ പുളിയാണ്. പിന്നെ 2 ചെറിയ ഉള്ളി അരയ്ക്കാനായിട്ട്. പിന്നെ അരയ്ക്കാനായിട്ട് പൊടികൾ ആവശ്യമുണ്ട്. അത് ചേർക്കുന്ന സമയത്ത് പറയാം. ലാസ്റ്റ് താളിക്കാനായിട്ട് കറിവേപ്പില, വറ്റൽമുളക്, ചെറിയ ഉള്ളി, എണ്ണയും ആവശ്യമുണ്ട്. ആദ്യം അരപ്പ് തയ്യാറാക്കാം. അതിലേക്ക് ഞാൻ മിക്സിയിലെ ജാറിൽ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ 2 ചെറിയ ഉള്ളി ചേർക്കാം. പുളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മൂന്നര ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി കുറച്ച് മതിയാവും. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഞാനിത് അരച്ചിട്ട് കാണിക്കാം. അരപ്പ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം ഞണ്ട് കറി വെക്കാനുള്ള ചട്ടിയാണോ പാത്രമാണോ ഏതാണെന്ന് വെച്ചാൽ അത് അടുപ്പിൽ വെക്കുക. ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കുക, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇനി ഇതിലേക്ക് ഈ അരപ്പ് ചേർക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി എടുത്തു വെച്ച ഈ ഞണ്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. ഈ അരപ്പ് എല്ലായിടവും മിക്സ് ചെയ്തിട്ട് ഇനി ഈ ഞണ്ടിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പൊ ആ വെള്ളവും കൂടെ കാണും. അതനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. അപ്പൊ ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഞണ്ടിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങി അത് നല്ലതായിട്ട് വെന്ത് വരട്ടെ. ഇപ്പൊ കറി തിളച്ചിട്ടുണ്ട്. ഞണ്ടിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ചുകൂടെ തിളച്ച് ഇതെല്ലാം വെന്ത് വരാനായിട്ട് നമുക്ക് വയ്ക്കാം. അപ്പം ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറിയെല്ലാം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. താളിക്കാം. അടുത്ത സ്റ്റെപ്പ്. താളിക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചു. ചട്ടി ചൂടാകട്ടെ. ചൂടായ ചട്ടിയിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് ചേർക്കാം. ഇതിലേക്ക് വറ്റൽമുളക് 2 ആയിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കറിവേപ്പില കൂടെ ചേർക്കാം. ഇനി ഇത് ഞണ്ട് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ എന്നാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് ഇനി ഒരിക്കൽ വരാം.